ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ആ ചിക്കനകത്തോട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഈ പറഞ്ഞ പോലെ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കുക. അതെല്ലാം ലേശം മതിയാവും. പിന്നെ ഒരു നാരങ്ങ ഞാൻ അതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്ത് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയൊക്കെ എത്തണം. അപ്പോൾ അതിന് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ, 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ഒരു നാടൻ വെളുത്തുള്ളി കിട്ടിയില്ല, അതുകൊണ്ട് മറ്റേ ഇവിടുത്തെ കിട്ടുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. അതൊരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയിലോട്ട് ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഏലയ്ക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ 2-3 എണ്ണം മതിയാവും. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, അത് ഞാൻ ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്താണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ. ആ മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അതിനകത്തോട്ട് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഈ മിക്സ് നമുക്കവിടെ ചെറിയ തീയിൽ വെച്ചേക്കാവേ. നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, അത് ഒരു 2-3 ടേബിൾ സ്പൂണോളം വേണേ. അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ. നന്നായിട്ട് ചൂടാക്കി എടുക്കുമ്പോഴത്തേന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറും. ഇപ്പം നമ്മൾ ആ സവാള വഴറ്റി വെച്ചില്ലേ, അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ച പൊടിയുണ്ടല്ലോ, പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പൊട്ടറ്റോ വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കനും വെന്തോന്നാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മസാലയൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മുടെ ആ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇതുണ്ട്, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ, വെള്ളം ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്തിരുന്നു. ഇത്രയും വെള്ളം നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് വളരെ കുറവാണ് കേട്ടോ. നന്നായി റെസിപ്പിയൊക്കെ കറക്റ്റ് പറഞ്ഞാണ് ഞാൻ ഇടുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനിയും കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.